ഇന്ന് ഞാനിപ്പോൾ കുറച്ച് ചെടികൾ റോസ് ചട്ടിയിൽ ഇങ്ങനെ നട്ടിട്ടുണ്ടായിരുന്നു. അതപ്പോൾ ഓരോ സീസൺ കഴിയുമ്പോഴും നമ്മൾ ചട്ടിയിൽ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സോയിലും അതൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ എമെൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സോയിൽ മിക്സ് എടുത്തു, പിന്നെ നമ്മുടെ കമ്പോസ്റ്റും. ഇത് റോസ് ആയത് കാരണം ഞാൻ റോസ് ഫുഡ് അങ്ങനെ പ്രത്യേകിച്ച് റോസ് ഫുഡൊന്നും ഇടണമെന്നില്ല. സോ വാട്ട് ഐ ഡിഡ് വാസ് ഒരു നല്ല ഫെർട്ടിലൈസർ ഉപയോഗിക്കാനാണ് നമ്മൾ ഉള്ള ഗാർഡനേഴ്സിൻ്റെ ഇത് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഞാൻ കുറച്ച് വേം കാസ്റ്റ്, പിന്നെ പെർലൈറ്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ എന്നിട്ട് ഇങ്ങനെ മിക്സാക്കി നല്ല, നമുക്ക് കാണാമോന്ന് അറിയില്ല, അതാണ് സോയിൽ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റാണിത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ ഫ്ലോക്കും റൂട്ടിന് റൺ ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും ഇങ്ങനത്തെ സോഫ്റ്റ് സോയിൽ യൂസ് ചെയ്താൽ. ഉണ്ടോ? ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോസ് ചട്ടി കുറച്ചിങ്ങനെ അതിൻ്റെ ആ റൂട്ടിൽ നിന്ന് ഇങ്ങനെ നമ്മൾ മാറ്റിയിട്ട് ഈ പുതിയ മിക്സ് നമ്മളെടുത്തിട്ട് കുറച്ചങ്ങ് ഇട്ട് കൊടുക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിങ്ങനെ അങ്ങ് മിക്സ് ചെയ്ത് നന്നായിട്ട് നല്ല തളർത്ത് വളരാനായിട്ട് സാധിക്കും. നല്ല ഭംഗിയായിട്ട് സോഫ്റ്റായിട്ട് നമുക്ക് റോസിന് നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് പൂവൊക്കെ. പിന്നത്തെ ഒരു കാര്യം ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഇപ്പം ഇതിന് ഞാൻ ഓൾറെഡി നമ്മളിങ്ങനത്തെ കുഞ്ഞ് ചെറിയ ഉണങ്ങി നിൽക്കുന്ന കമ്പുകളില്ലേ, സൈസ് ഇത് കണ്ടോ, ഈ ഉണങ്ങി നിൽക്കുന്ന കമ്പ് കട്ട് ചെയ്യും. അപ്പോൾ അതിന് നന്നായിട്ട് തളർത്ത് വളരാൻ പറ്റും. പ്രൂണിങ് ഇസ് എ മസ്റ്റ് ഫോർ റോസസ്. നന്നായിട്ട് ഈ റോസിൻ്റെ ഇത് ഉണ്ടായത്. അപ്പോൾ ഇതിങ്ങനെ നമ്മളിവിടെ വെച്ചങ്ങ് കട്ട് ചെയ്യും. അപ്പോൾ പുതിയ ബഡ്ഡുകൾ വരും ഇങ്ങനെ ഉണ്ടാകും. അപ്പോൾ പുതിയ ബഡ്ഡുകളിങ്ങനെ തളിർത്ത് വരും. ഇപ്പോൾ വേഗം പൂക്കളൊക്കെ ഉണ്ടാകാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ കുറച്ച് ചട്ടികളുണ്ട് എനിക്ക്. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ ചട്ടികളും ഇങ്ങനെ ചെയ്യാൻ പോവാണ്. അപ്പോൾ അടുത്ത ചട്ടി എടുത്തെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചട്ടിയിലാകുമ്പോഴത്തേക്കും മണ്ണ് ഒത്തിരി പോയി. ഇതിൻ്റെ ബെയർ റൂട്ടാണത്. ഞാൻ ബെയർ റൂട്ടായിട്ടാണ് വാങ്ങിക്കുന്നത് ഇവിടെ. എന്ന് വെച്ചാൽ ഇലകളൊന്നും ഉണ്ടാവില്ല, വെറുതെ ഒരു റൂട്ട് ബോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞ തവണ ഈ സമയത്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ബെയർ റൂട്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് ക്ലീനപ്പ് ആക്കിയിട്ട് കുറേശ്ശെ പുതിയ മണ്ണിട്ട് കൊടുക്കും, എന്നിട്ട് പ്രൂൺ ചെയ്യും. അപ്പോൾ നമ്മുടെ പുതിയ മണ്ണ് നമ്മൾ ഉണ്ടാക്കിയത് അങ്ങനെ ഇട്ട് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ
കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് വളരും. ഇതിനകത്തിപ്പോൾ നമ്മൾ പെർലൈറ്റും വോം കാസ്റ്റിങ്ങും റോസ് ബോർഡും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം നമ്മൾ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് വരും. ചട്ടിയിൽ നടുന്നതിന് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും അമെൻഡ് ചെയ്തുകൊണ്ടിരിക്കണം, പിന്നെ പ്രൂൺ ചെയ്യണം. നമ്മളങ്ങനെ റോസ് പ്രൂൺ ചെയ്തിട്ട് ഇങ്ങനെ വെയിലും കൊള്ളുന്ന സ്ഥലത്തേക്ക് എല്ലാ ചട്ടികളും കൊണ്ടുവന്ന് വെച്ച് കമ്പോസ്റ്റും വോം കാസ്റ്റിങ്ങും റോസ് ഫെർട്ടിലൈസറൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വെൽസൈ പുതിയ ഗ്രോത്ത് വരുമ്പോൾ, പൂക്കളൊക്കെ വരുമ്പോൾ ഞാനിതിൻ്റെ അപ്ഡേറ്റ് കാണിക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോ സീസണിലും നമ്മൾ ചട്ടിയിൽ നടുന്നത് ഇങ്ങനെ എന്ത് ചെയ്യണം. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക്. അപ്പോൾ that's all for the rest. Okay, see you in the next video. വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആണ്. നന്നായിട്ട് സോക്ക് ചെയ്ത് വെള്ളം കൊടുക്കണം. so it gets enough എല്ലാത്തിനും വെള്ളമൊക്കെ ഒഴിച്ച് and then we'll wait to see the result.